UDFന്റെ ഒരു വിലയിരുത്തല് അങ്ങാടിപ്പുറം പഞ്ചായത്തിന് നല്ല സംസ്ഥാനത്ത് ഉടനീളം UDF തരംഗമാണ്. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവം തദ്ദേശ പൂരിന്റെ അവസാന ഘട്ടം വോട്ട് എടുപ്പും കൂടി കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം പിട്ടിയിലായി. ഇനിയിപ്പോ ആര് ജയിക്കും ആര് തോൽക്കുമെന്ന ആശങ്ക എല്ലായിടത്തും ഉണ്ട്. ചിലര് ഞങ്ങൾ ജയിക്കും, ചിലര് ഞങ്ങൾ ജയിക്കുന്നവരുണ്ട്. LDF പറയുന്നത് ഞങ്ങൾ ഇത്തവണ അങ്ങാടിപ്പുറം പഞ്ചായത്ത് പിടിച്ചെടുക്കും. അതിന് കാരണങ്ങളുണ്ടെന്നാണ് അവർ പല കാരണങ്ങളും നിരത്തുന്നത്. UDF ആണെങ്കിൽ വികസന തുടർച്ച, ഇത്രയും കാലം 5 വർഷം കൊണ്ട് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ കാണാതെ പോകില്ല. അതുകൊണ്ട് UDFന് ഭരണ തുടർച്ചയുണ്ടാകുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ഭരണസമിതിയിലെ വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കില് ഈ നാട്ടിലെല്ലാവർക്കും സുപരിചിതനാണ്. ഒട്ടേറെ കാര്യങ്ങളിൽ നമ്മൾ പ്രതികരണം തേടാറുള്ളത് അദ്ദേഹമാണ്. സൈദ ടീച്ചറുടെ കീഴിൽ നല്ല ഭരണം നടത്തിയെന്ന് പല പ്രാവശ്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഏകദേശം വോട്ടൊക്കെ പെട്ടിയിലായിട്ടുണ്ട്. അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ UDFന്റെ അവസ്ഥ വിജയമാണോ അല്ലെങ്കിൽ ആശങ്കയാണോ? UDFന്റെ ഒരു വിലയിരുത്തല് അങ്ങാടിപ്പുറം പഞ്ചായത്തിന് നല്ല സംസ്ഥാനത്ത് ഉടനീളം UDF തരംഗമാണ്. അങ്ങാടിപ്പുറത്തും അതുണ്ടാവും, ഉറപ്പാണ്. അല്ല, അതിനൊരു കാരണങ്ങളൊക്കെ ഉണ്ടാവും. ഘടകങ്ങള് കുറെ കാരണങ്ങളുണ്ട്. പിന്നെ പല കാരണങ്ങളുണ്ട്. ഈ കുപ്രചരണങ്ങളാണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ഇപ്രാവശ്യം. അതിനെതിരെ ജനങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ UDFന്? കഴിഞ്ഞിട്ടുണ്ട്. ഓരോ വാർഡിലെ സ്ഥാനാർത്ഥികൾക്ക് വെച്ചിട്ട് ഞങ്ങളത് ടീം വർക്കായിട്ട് അത് പ്രതിരോധിച്ചിട്ടുണ്ട്. ഈ VD സതീശൻ പറഞ്ഞത് ടീം UDF എന്ന രീതിയിലായിരിക്കണം കേരളത്തിൽ എല്ലാവരും പ്രവർത്തിക്കേണ്ടത്. അത് കോൺഗ്രസ് ഇല്ല, മുസ്ലിം ലീഗില്ല, എല്ലാവരും ഒന്നിച്ചായിരിക്കണമെന്ന്. ആ ഒന്നിപ്പ് അപ്പുറത്ത് പെരിന്തൽമണ്ണയിൽ നോക്കുമ്പോൾ അവിടെ നജീബ് കാന്തപുരം MLA യും KPCC ജനറൽ സെക്രട്ടറി V ബാബുരാജും എല്ലാം കൂടി ഒരുമിച്ച് ടീം UDF ആയിരുന്നു. അത് എതിർപക്ഷം പോലും സമ്മതിക്കുന്നുണ്ട്. ഇത്തവണ അവിടെ ടീം UDF ഒറ്റക്കെട്ടായിരുന്നു എന്ന്. ഈ അങ്ങാടിപ്പുറത്തും ഈ സമീപ പ്രദേശങ്ങളിലും എല്ലാം ഒറ്റക്കെട്ടായിരുന്നു എന്ന് ഉറപ്പായിരുന്നു. 100% ഉറപ്പ്. ഒറ്റക്കെട്ടായിട്ടാണ് ടീം UDF ടീം എന്നോ. ഞങ്ങൾ അങ്ങനെയാണ്. അങ്ങാടിപ്പുറത്ത് ടീം UDF ഉള്ളൂ എന്നും. വേറെ ഒറ്റക്കെട്ട ഒരു വിഭാഗീയത ഒന്നും ഉണ്ടായിട്ടില്ല. ഈ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ വീണ്ടും ഭരണത്തിലെത്താമെന്ന തുടർഭരണം ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് 100% ഉറപ്പാണ്. ജനങ്ങളത് വിധേയതും ജനോപകാരപ്രദമായ പല പദ്ധതികളും നടപ്പിലാക്കിയിട്ടുണ്ട്. അവര് വ്യക്തിഹത്യയാണ് ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിക്കുക, വ്യക്തിപരമായ ഇപ്പൊ നമ്മുടെ ഈ വാർഡിലൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. അതാണ് ആ വിധേയത്താണ് ഞങ്ങൾ കാത്തു നിൽക്കുന്നത്. അതായത് വിദേശത്ത് വ്യവസായം, അതുപോലെ തന്നെ ഇവിടെ വ്യവസായം, പിന്നെന്താ പറയാ കോൺട്രാക്ടർ രാജ്യം ഞങ്ങൾ പോയത്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ശരിക്കും ഉള്ളതാണോ എനിക്കൊരു സംശയം. നിങ്ങളൊരു പത്രമാധ്യമ പ്രവർത്തകനല്ലേ, നിങ്ങൾ അന്വേഷിച്ചിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തന്നത് അന്വേഷിച്ചു നോക്കി. നിങ്ങൾ ഒരിക്കലും പറഞ്ഞല്ലോ തരുമെന്ന്. അപ്പൊ ഞാൻ ഒന്ന് അന്വേഷിച്ചു നോക്കി, കിട്ടിയാലോ. അവസാനം അന്വേഷിച്ചിട്ടൊന്നും കണ്ടില്ലെന്ന്. എന്നെ സംബന്ധിച്ച് ഈ തിരൂർക്കാട്ടുകാർക്ക് എന്നെ അറിയാം. ഞാൻ ആരാണ്, എത്രത്തോളം പോകും, എത്രത്തോളം ആവും, എന്തൊക്കെ ചെയ്യുമെന്ന് ഇവർക്കറിയാം. അതിന്റെ ഒരു ഫലം 13-ാം തീയതി ഏറും. എന്നെ സംബന്ധിച്ച് ഞാൻ പലതവണ മത്സരിച്ച ആളാണ്. ഏറ്റവും മാനസികമായി ഒരു ടെൻഷൻ അടിച്ച് മത്സരതാണ്. എതിർ സ്ഥാനാർത്ഥികൾ നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എതിർ പാർട്ടി എന്റെ വീടിന്റെ മുമ്പില് 3/4 മണിക്കൂറോളൊക്കെ അനൗൺസ്മെന്റ് ചെയ്തും അവിടെ ആരോപണം ഉന്നയിച്ചും ഇട്ട സംഭവങ്ങളുണ്ട്. അത് ഇതിൽ ഗുണം ചെയ്യും. അല്ല, ശരിക്കും താങ്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ തവണ LDFന്റെ ഒരു ഉരുക്കു കോട്ട മൊത്തത്തിൽ ഇളക്കി മറിച്ചാണ് താങ്കൾ ജയിച്ചത് എന്ന് നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ താങ്കളുടെ ഏകദേശം ഉരുക്കുകോട്ട എന്ന് പറയാവുന്ന ഈ സ്ഥലം ഒന്ന് ഇളക്കാൻ എതിർപക്ഷം ശ്രമിക്കുന്നതായിരിക്കില്ലേ ഇങ്ങനെയുള്ള വലിയ വലിയ താങ്കൾ ഉന്നയിക്കുന്ന കാരണങ്ങളൊക്കെ? അത് 13-ാം തീയതി നമുക്ക് അറിയാം. ഞാൻ അത് അംഗീകരിക്കും. അവരെ ആരോപണങ്ങൾ ഉന്നയിച്ചത് ഈ ഇവിടുത്തെ ജനങ്ങൾ വോട്ടിലൂടെ അത് പ്രതിഷേധിച്ചുകൊണ്ടെങ്കിൽ ഞാനത് അംഗീകരിക്കും. ഉറപ്പാണ്. നാട്ടുകാരൊക്കെ ഏകദേശം നിങ്ങൾ ചേർത്ത് പിടിച്ച് കഴിഞ്ഞു. എല്ലായിടത്തും പോയപ്പോഴൊക്കെ ഇപ്പോ കൂട്ടുവെട്ടിയിലായി. ഈ നാട്ടുകാരൊക്കെ നിങ്ങൾ ചേർത്ത് പിടിച്ച് നിങ്ങളെ വിജയിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ എങ്ങനെയാണ് പ്രതികരിച്ചത്? നാട്ടുകാരൊക്കെ കറക്റ്റ് സപ്പോർട്ടാണ്. അതിലൊന്നും ഒരു എതിരഭിപ്രായം നമുക്ക് ഉണ്ടായിട്ടില്ല. അവര് നല്ല കുപ്രചരണം കൊടുത്തിരുന്നു. പാവപ്പെട്ട ആളുകൾക്ക് അത് മനസ്സിലായിരുന്നില്ല. പക്ഷെ ഞങ്ങളത് കൗണ്ടർ ചെയ്ത് ടീം ചെയ്തു. ഞങ്ങളെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ മാതിരി ആ ടീം നമ്മളൊന്നുമല്ല, നമ്മുടെ വിജയം ടീമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വട്ടപൂജ്യമായ ഒരാളാണ്. എന്റെ പ്രവർത്തനങ്ങൾ 15 വർഷത്തെ പൊതുപ്രവർത്തനം ഞങ്ങളുടെ ടീമാണ്.  ഏത് വാർഡിലാണെങ്കിലും അവിടെയൊക്കെ ടീം ഉണ്ടാവും. ഇവിടെയും ആ ടീമുണ്ട്. ഉറപ്പാണ്. അല്ല, ഞങ്ങളൊരു 15 വർഷത്തെ പൊതുപ്രവർത്തനം ഞങ്ങളുടെ ടീമാണ്.  ഏത് വാർഡിലാണെങ്കിലും അവിടെയൊക്കെ ടീമുണ്ടാവും. ഇവിടെയും ആ ടീമുണ്ട്. ഉറപ്പാണ്. 15 വർഷത്തെ പൊതുപ്രവർത്തനം ഞങ്ങളുടെ ടീമാണ്. 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 15 വർഷ
അപ്പൊ ഈ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലേക്ക് തുടർഭരണം ഉറപ്പിച്ച് 13-ാം തീയതി അങ്ങോട്ട് കയറി ചെല്ലാൻ കഴിയും, അതിനുശേഷം ആഘോഷമായി കയറി ചെല്ലാൻ കഴിയുമെന്ന് ഈ പ്രവർത്തകരൊക്കെ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നുണ്ട്. താങ്കളും ഉറപ്പായിട്ടും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്? തീർച്ചയായും ഉറപ്പാണ്. അങ്ങനെ തന്നെയല്ലോ. കൂട്ടത്തിൽ ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ജില്ലാ പഞ്ചായത്തിലേക്ക് ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന സി സുകുമാരൻ വലിയ മത്സരമായിരുന്നു. ഞാൻ കുറച്ചു നേരത്തെ ദിലീപിനോട് പറഞ്ഞായിരുന്നു, നല്ല മത്സരമായിരുന്നു. അപ്പോ സി സുകുമാരൻ, അതുകൂടാതെ ബ്ലോക്ക് പഞ്ചായത്ത് പരിയാപുരം ഡിവിഷനിലെ ഏതാ പറയാ CPM-ൽ നിന്നും പുറത്തുപോയി കേരള കോൺഗ്രസിന്റെ ഭാഗമായി മത്സരിച്ച അനിൽ പുലിപ്ര, ഒരുപക്ഷെ അദ്ദേഹം ഒക്കെ CPM-ൽ നിന്ന് വിട്ടത് ഒരു വലിയ CPM-ന് ആശങ്കയാവുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ വിജയം കൂടി ഇതിന്റെ കൂട്ടത്തിൽ അങ്ങോട്ട് എഴുതി ചേർക്കാൻ പറ്റും? അനിൽ പുലിപ്രയൊക്കെ വ്യക്തമായി വിജയിക്കും. സുകുമാരനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇവിടെ ഒരു മത്സരം ഉണ്ടായിരിക്കും ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം സുകുമാരേട്ടൻ അത്ര ഒരു ജനകീയനായ ഒരു പ്രസിഡന്റ് ആയിരുന്നു ഏലംകുളത്ത്. അദ്ദേഹം ഞങ്ങളൊക്കെ മേലെ അദ്ദേഹം വിജയിക്കും. അപ്പൊ നിങ്ങള് ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും പിന്നെ മലമ്പൂർ ഡിവിഷനെ കുറിച്ചൊക്കെ ഞാൻ ചോദിക്കുന്നില്ല. ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഈ ഗ്രാമപഞ്ചായത്ത് ഇതൊക്കെ ഒരുമിച്ച് വിജയിച്ച് ഇവിടെ ഒരു വലിയ ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ആഘോഷം പ്രവർത്തകരെല്ലാവരും ഞങ്ങൾ ആഘോഷിക്കും. ആരെയും മനസ്സ് വേദനിപ്പിക്കാതെ നല്ല മധുരം കൊടുത്ത് ആഘോഷിക്കും. ഞങ്ങൾ അങ്ങനെ ജയിച്ചു വന്നാൽ ആഘോഷിക്കും. ഒരു വ്യക്തിയെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ മത്സരിച്ച എതിർ സ്ഥാനാർത്ഥികളെ, ഇവിടെ 2 സ്ഥാനാർത്ഥികളുണ്ട്, LDF-ന്റെ ഉണ്ട്, BJP-ന്റെ ഉണ്ട്, റിക്കാർഡിക്കലായിട്ട് BJP-ന്റെ ഉണ്ട്. ഒരാളെ പോലും ഞങ്ങളുടെ അനൗൺസ്മെന്റ് വാഹനത്തിൽ നിന്നോ ഞങ്ങളുടെ ഒരു സ്കോഡിൽ നിന്നോ ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച് ഒരു മോശമായ ഒരക്ഷരം പോലും ഞങ്ങൾ പ്രതിപാദിക്കാതെയുള്ള ഒരു മത്സരമായിരുന്നു. പ്രതിപക്ഷം ഇവിടെ എല്ലാ അനൗൺസ്മെന്റ് വാഹനത്തിലും വൈസ് പ്രസിഡന്റിനെ കുറിച്ച്, അതിപ്പോ പ്രസിഡന്റ് മത്സരിക്കാത്തതുകൊണ്ട് അവരെ പറയുന്നില്ല, ഈ പഞ്ചായത്തിലുടനീളം അതില് LDF-ന്റെ ഒരു നേതാവിനെ വിളിച്ചിട്ട് പറഞ്ഞത് ഇത്രത്തോളമായി എന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. കാരണം അത്ര അവർ നമ്മളെ ടാർഗറ്റ് ചെയ്തു. അത് നമ്മൾ ഗുണം ചെയ്യും അല്ലെ? 100% ഉറപ്പാണ്. ജയിച്ച് വിജയശ്രീലാളിതനായി അങ്ങാടിപ്പുറം പഞ്ചായത്തിലേക്ക് കടന്നു ചെല്ലും. എന്നാലും എൻ്റെ ഒരു അവസാന ഒരു ചോദ്യം കൂടി, ഈ പഞ്ചായത്തിൽ ഇപ്പോ UDF ഭരണം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രസിഡന്റ് ആ അധ്യക്ഷ പദവിയിലേക്ക് ഈ നാട്ടുകാരും മാത്രമല്ല, ഈ വാർഡിലെ ആളുകൾ മാത്രമല്ല, പക്ഷെ എല്ലാവരും അങ്ങനെയൊക്കെ കണക്ക് കൂട്ടുന്നുണ്ടാവും. അങ്ങനെ ഒരു പ്രസിഡന്റ് പദവിയിലേക്ക് ആനയിക്കപ്പെട്ടുന്ന തരത്തിലേക്ക് പഞ്ചായത്തിലേക്ക് വരുമ്പോ അങ്ങനെ വരുമെന്ന് കൂടി ഞങ്ങൾ ഈ എല്ലാവർക്കും പ്രതീക്ഷിക്കാമോ? അങ്ങനെ വരാം. അത് ഞങ്ങളെ പാർട്ടി മുന്നണിയാണ് തീരുമാനിക്കാൻ. ഞങ്ങളെ 24 സ്ഥാനാർത്ഥികളും 24 പേര് യോഗ്യരാണ്. അത് മുൻ പരിചയ സമ്പത്തൊന്നും ഇതിന് വേണ്ട. പല ഘടകങ്ങളും ഉണ്ട്. അങ്ങനെ നമ്മളെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു ആഗ്രഹമൊന്നുമില്ല. പാർട്ടി പറഞ്ഞാൽ അത് ആരായാലും 24 പേരും അനുസരിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടില്ല. അത് ആരായാലും ഞങ്ങൾ അംഗീകരിക്കും. അങ്ങനത്തെ ഒരു പ്രശ്നം UDF-ൽ ഉണ്ടാകില്ല, ഉറപ്പാ. വിജയാശംസകൾ നേരുന്നു. പക്ഷെ വിജയാശംസകൾ നേരാനേ എനിക്ക് പറ്റുള്ളൂ. ഒരു ദിവസത്തോടെ കഴിഞ്ഞിട്ട് ജനം എന്താണ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് ഒരു ദിവസത്തോടെ കഴിഞ്ഞാലല്ലേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നേരത്തെ. അതൊക്കെ ഞങ്ങൾ പലവട്ടം വാർത്തകളൊക്കെ നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടാകാറുണ്ട്. വ്യക്തിഹത്യയിലേക്ക് കടക്കുമ്പോഴാണ് ഒരുപക്ഷെ ജനങ്ങൾ തന്നെ അതിനെ വിചിന്തനം നടത്തുക, അതിനെ വിവേചിച്ചറിയുന്നത്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വലിയൊരു ഭൂരിപക്ഷത്തിൽ UDF ജയിക്കുമെന്ന ആത്മവിശ്വാസം ഷബീർ കർമുക്കിലും പ്രവർത്തകരും നേതാക്കളും ഒക്കെ നേരത്തെ നമ്മോട് പങ്കുവച്ചിരുന്നു. ഏതായാലും പെട്ടിയിലായി വോട്ടെല്ലാം ആരെ വാഴിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും ജനങ്ങൾ. ആരെ വാഴിക്കണം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിനം കൂടി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റുമല്ലോ. അതുവരെ നമുക്ക് കാത്തിരിക്കാം. ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനട്ടൺ, പെരിന്തൽമണ്ണ. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ നമുക്ക് ശക്തമായ പ്രതിരോധം തീർക്കാം. കെട്ടിക്കിടക്കുന്നത് മലിനവുമായ ജലാശയങ്ങൾ, പാറക്കുളങ്ങൾ, പായൽ പിടിച്ച ജലാശയങ്ങൾ, കന്നുകാലികളെ കുളിപ്പിക്കുന്ന കുളങ്ങൾ എന്നിവിടങ്ങളിൽ മുഖം കഴുകുകയോ നീന്തുകയോ കുളിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ്. കിണറുകൾ ശാസ്ത്രീയമായ നിലയിൽ ക്ലോറിനേറ്റ് ചെയ്യണം. വാട്ടർ തീം പാർക്കുകളിലെ പൂളുകൾ ക്ലോറിനേറ്റ് ചെയ്യുകയും അവയുടെ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. വീടുകളിലെയും ജലവിതരണ സ്രോതസ്സുകളിലെയും ജലസംഭരണികൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. മൂക്കിലൂടെയാണ് ബ്രെയിനിലേക്ക് അമീബ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഓർക്കുക, മൂക്കിലേക്ക് വെള്ളം കയറുകയോ മൂക്കിലേക്ക് വെള്ളം ഒഴിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ്. ഉറപ്പാക്കാം ജലശുദ്ധി, ഉറപ്പാക്കാം ആരോഗ്യം.